അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. നമ്മളൊരു 2-2.5 പതിറ്റാണ്ടിനിടയിൽ ഒരു യുദ്ധം കാണാൻ പോവുകയാണ്. 99-ന് ശേഷം ഒരു യുദ്ധം നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണെന്ന് സാമാന്യമായി മനസ്സിലാക്കണോ? അങ്ങനെ പ്രതീക്ഷിക്കണോ? അത് ഉത്തരം പറ. അത് നമ്മളൊരു യുദ്ധം കാണുക എന്നുള്ളതെല്ലാം വൈകാരികമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എനിക്ക് തിരിച്ചടിക്കണം. ഇതിവിടെ ഈ ഒരു അമ്പലപ്പറമ്പിൽ നടക്കുന്ന ഒരു പൂരം പോലെ അവിടെയുള്ളൊരു അടിപിടി പോലെ അല്ല അത്. ഇതിവിടെ ഈ ഒരു അമ്പലപ്പറമ്പിൽ നടക്കുന്ന ഒരു പൂരം പോലെ അവിടെയുള്ളൊരു അടിപിടി പോലെ അല്ല അത്. ഒരു യുദ്ധം വന്നാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആരും ജയിക്കാറില്ല, രണ്ട് സൈഡിലും തോൽവി മാത്രമാണ്. കാരണം ജനങ്ങളുടെ ജീവിതം പോവും, സമ്പത്തിന് നാശനഷ്ടം ഇതെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ? അപ്പോൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യം എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും ചോദിക്കുക 22-ാം തീയതി നടന്നിട്ടുള്ള ഈ അറ്റാക്കിന് ശേഷം എന്തുകൊണ്ട് റിട്ടാലിയേഷൻ ഉണ്ടായില്ല എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് ഈസി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു റിട്ടാലിയേഷൻ എന്ന് പറയുന്നത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും we are fully prepared to do it. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്യാതെ നീ ചെയ്തതിന് നിനക്കുള്ളത് ഞങ്ങൾ തരുന്നു എന്നുള്ളൊരു ഉത്തരം മാത്രം കൊടുത്തുകൊണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ ടു ഗിവ് ടു ദ പാകിസ്ഥാൻ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ.